അടൂറിന് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന മലയാളി എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് മോഹൻലാലിന്. ഒരുപക്ഷെ പല സമയത്ത് നമ്മൾ പറയുന്നതാണ്, ഈ ഓരോ ഭാഷകൾ എടുത്തു നോക്കിയാലും മോഹൻലാൽ എന്നൊരു പേര് അത് നിറഞ്ഞു തന്നെ നിൽക്കും. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഓരോ ഇന്റർവ്യൂസ് ആയാലും ഓരോ അവാർഡ് ദാന ചടങ്ങുകളായാലും താൻ ഏറ്റവും സ്നേഹിക്കുന്നത് മോഹൻലാലിനെയാണ്, കാണുന്ന തന്നെ ഭാഗ്യമാണ് എന്ന് പറയുന്ന ഒരുപാട് താരങ്ങളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയായി മാറുന്നു ഇത്. തീർച്ചയായും ഇന്ത്യൻ സിനിമയുടെ ഉന്നതിക്കായി മോഹൻലാൽ നടത്തിയ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പക്കൽ നിന്നുണ്ടായിരിക്കുന്ന ഈ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അവാർഡ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കൈമാറുവാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്ന നിലയിൽ മോഹൻലാൽ വളരെ സ്തുത്യർഹമായ സേവനമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഈ അവാർഡ് നിർണയ സമിതി ഇപ്പോൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവാർഡ് നിർണയ സമിതി തങ്ങളുടെ ശുപാർശയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന ഈ ശുപാർശയിൽ, അതായത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുന്ന ശുപാർശയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പോൾ മോഹൻലാലിന് ഈ അവാർഡ് നൽകിക്കൊണ്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരുന്നു. അതിനുശേഷം ദീർഘകാലം മലയാളികൾക്ക് ഈ പലരുടെയും പേരുകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും മോഹൻലാലിലൂടെ 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്നതാണ് വളരെ അഭിമാനം നിറയുന്ന അല്ലെങ്കിൽ അഭിമാനാർഹമായ ഒരു കാര്യം. തീർച്ചയായും ബാലു, നമുക്ക് എപ്പോഴും അറിയാം മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പേരല്ല മോഹൻലാൽ എന്നുള്ളത്. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ താരം തന്നെയാണ് മോഹൻലാൽ. ആ മോഹൻലാലാണ്, നമ്മുടെ ലാലേട്ടനാണ് ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ സമയം നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ